everyone, welcome back to my YouTube channel. So എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിരിക്കാമല്ലോ അല്ലേ? ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഇപ്പം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കുറേ പേർക്ക് സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്യുന്നുണ്ടാവും, ബട്ട് അതൊരു പ്രോപ്പർ വേയിലാണോ ചെയ്യണത്, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഓരോരോ സ്കിൻ ടൈപ്പിന് ചേരുന്ന പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കുറേ ഡൗട്ട്സും കാര്യങ്ങളും നമുക്കുണ്ടാവും. സോ അതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഒരു സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്കിൻ കെയർ റുട്ടീൻ എന്ന് വെച്ചാൽ എന്താണ്? സ്കിൻ കെയർ റുട്ടീൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് നല്ല ഹെൽത്തി സ്കിന്നാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, റുട്ടീനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെയാണ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാവരും ബേസിക്കലി ചെറിയ ചെറിയ റുട്ടീൻസ്, മോയ്സ്ചറൈസിങ് അങ്ങനെ പല റുട്ടീൻസ് ഫോളോ ചെയ്യുന്നവരായിരിക്കും. ഇടയ്ക്ക് പാക്ക് ഇട്ട് കൊടുക്കുക, അങ്ങനെ പല റുട്ടീൻസ് ഫോളോ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യണത് കറക്റ്റായിട്ടാണോ, അല്ലെങ്കിൽ അത് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം, അതിനെന്തൊക്കെ നമ്മൾ ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യണതിന് മുന്നേ അറിഞ്ഞിരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്താ അറിഞ്ഞിരിക്കുക വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സ്കിൻ നോർമൽ ആണോ, സെൻസിറ്റീവ് സ്കിൻ ആണോ, അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആണോ, ഡ്രൈ സ്കിൻ ആണോ, അത് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആണെന്ന് ഫസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡൗട്ടാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്കിൻ ടൈപ്പ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക. അടുത്തായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണ്. ഇപ്പോൾ നമ്മുടെ സ്കിൻ എങ്ങനെയായിരിക്കുക, ഡ്രൈ സ്കിൻ ആയിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കുറേ പാടുകൾ, ആക്റ്റീവായിട്ടുള്ള കുരുക്കൾ കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ കുരുക്കൾ പോയിട്ട് മാർക്സ് ആയിട്ടാണോ നമ്മുടെ സ്കിന്നിലിരിക്കുന്നത്, അല്ലെങ്കിൽ റിങ്കിൾസ് അല്ലെങ്കിൽ ചുളുക്കം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് ഡാൻഡ്രഫ് തലയിൽ ഒരുപാടുണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബോഡിയിൽ കുറേ കുരുക്കളും കാര്യങ്ങളൊക്കെ വരത്തില്ല. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ, നമ്മുടെ സ്കിന്നിൻ്റെ പ്രസൻറ്റ് കണ്ടീഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതൊക്കെ ഈ രണ്ട് കാര്യം മെയിനായിട്ട് അറിഞ്ഞിരുന്നിട്ട് വേണം നമ്മളൊരു സ്കിൻ കെയർ റുട്ടീനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ സ്കിൻ കെയർ റുട്ടീനിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ പലപ്പോഴും ചെയ്യണത് ചിലപ്പോൾ ക്ലെൻസ് ചെയ്യും, മോയ്സ്ചറൈസർ ഇടും, അങ്ങനെ ആയിരിക്കും പോവുക. പക്ഷേ അതിനൊരു പ്രോപ്പർ സ്റ്റെപ്സ് ഉണ്ട്. എന്താണ് ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ മോയ്സ്ചറൈസിങ്ങിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇനി നമുക്ക് നേരെ ആ സ്റ്റെപ്സിലേക്ക് കിടക്കാം. സോ സ്കിൻ കെയർ റുട്ടീനിൽ മെയിനായിട്ട് നമുക്ക് 6 സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യാനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ക്ലെൻസിങ്, രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എക്സ്ഫോളിയേഷൻ, പിന്നെ മാസ്ക്, ടോണർ, സെറം ആൻഡ് മോയ്സ്ചറൈസിങ്. ഇതാണ് മൊത്തം 6 സ്റ്റെപ്സ്. നമുക്ക് ഫസ്റ്റ് ക്ലൻസിങ് എന്താണെന്ന് കാണാം. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൻസറാണ് കാണിച്ചു തരുന്നത്. സോ ക്ലൻസിങ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാനുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ട് ആയിരിക്കണം നമ്മൾ എന്ത് സാധനം അപ്ലൈ ചെയ്യാൻ പോവുക. സോ ആദ്യം ക്ലൻസ് ചെയ്യാൻ വേണ്ടി ഇതിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് ഹണി, പിന്നെ കുറച്ച് പാല്, ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഒരു കോട്ടൺ പാഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 60 സെക്കൻഡ്സിന് ശേഷം അത് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കളയുക. സോ ഇതൊരു നാച്ചുറൽ ക്ലെൻസിങ് മെത്തേഡാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഹണി ഭയങ്കര ഒരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് തരാനായിട്ടും, അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യുന്ന മിൽക്കാണ്. മിൽക്കിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്, അത് നമ്മുടെ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ സ്കിന്നിൽ നിന്ന് പമ്പ കടത്താനായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ക്ലെൻസിങ്. ഇപ്പം ഇതില്ല എങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലെൻസർ നിങ്ങൾ വാങ്ങിച്ചിട്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഈ കുറച്ച് നാച്ചുറൽ മെത്തേഡ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷൻ. നമുക്ക് എന്താ ഞാനിവിടെ എടുക്കുന്നത് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും അരിപ്പൊടി. കുറച്ച് അരിപ്പൊടി എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുത്തിട്ട് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട്, ഇതൊരു മൈൽഡ് എക്സ്ഫോളിയേഷൻ മാത്രമാണ് കേട്ടോ, ഓവറായിട്ട് എക്സ്ഫോളിയേഷൻ ഒന്നും അല്ല. ജസ്റ്റ് ഒരു കുഞ്ഞു തരിയല്ല അരിപ്പൊടി കണ്ടാവും, ഒരു മൈൽഡ് എക്സ്ഫോളിയേഷൻ. അത് നിങ്ങളുടെ ഫേസിൽ സർക്കുലർ മോഷനിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. ഇതാണ് നമ്മൾ സെക്കൻഡായിട്ട് ചെയ്യേണ്ടത്. ഇതും നമ്മുടെ ടാൻനെസ്സിന്, നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്തെങ്കിലും ടാൻ അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഫെയ്ഡ് ആക്കാനായിട്ടും, അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസിനെ കളയാനായിട്ടും, പോഴ്സ് ഒക്കെ കുറച്ച് ഓപ്പൺ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അടുത്ത നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു മാസ്ക് പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളത്. സോ മാസ്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ മാർക്കുകൾ, ഇപ്പോൾ കുരുവൊക്കെ വന്നു പോയി മുഖത്തൊക്കെ പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതൽ വൈറ്റമിൻ സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വൈറ്റമിൻ സി ഇൻ ദ സെൻസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഓറഞ്ച് പീൽ എടുത്ത് അത് ഉണക്കി അത് പൊടിച്ചിട്ട് അതും ഒരു പാക്കാക്കി അത് മുഖത്തിട്ടാൽ നമ്മുടെ മാർക്കൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നിങ്ങളുടെ സ്കിൻ വന്നിട്ട് ഓയിലി സ്കിൻ ആണെങ്കിൽ, ഓയിലി സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് മഡ് പാക്കുകൾ യൂസ് ചെയ്യാം. അതായത് ഇപ്പം എൻ്റേത് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മുൾട്ടാണി മിട്ടി ഈസിലി അവൈലബിൾ ആണ്. നമ്മുടെയൊക്കെ മിക്കവാറും വീട്ടിൽ മുൾട്ടാണി മിട്ടി ഉണ്ടാവാം.
ആ മുൾട്ടാണി മിട്ടിയിലേക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 15 to 20 minutes വെയിറ്റ് ചെയ്യുക. അതാണ് കോമ്പിനേഷൻ സ്കിൻ അല്ലെങ്കിൽ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഈ പാക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം നിങ്ങളുടേത് കോമ്പിനേഷൻ അല്ല, ഡ്രൈ സ്കിൻ ആണെന്ന് വെച്ചോ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹണി അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഇ അങ്ങനത്തെ ഓയിലുകൾ കാര്യങ്ങളുള്ള പാക്കുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ മുന്നേ ഞാൻ ക്ലൻസർ പറഞ്ഞപ്പോഴും പറഞ്ഞു ഹണി നല്ലൊരു മോയ്സ്ചറൈസറാണ്, നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. സോ അങ്ങനെ അതൊക്കെ ഉള്ളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെന്ന് വെച്ചോ, സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ളവർ എപ്പോഴും എന്ത് ചെയ്യുന്നതിന് മുന്നും, ഇപ്പോൾ സെൻസിറ്റീവ് സ്കിൻ മെയിനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യുന്ന മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബിക്കോസ് നമ്മുടെ സ്കിൻ എന്തിനോട് റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പാച്ച് ടെസ്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങളത് ജസ്റ്റ് പോയി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സോ സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ളവർ മെയിനായിട്ടും ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്ത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള സ്കിൻകാർ കൂടുതലും കൂളിംഗ് ഇഫക്ട്സ് ഉള്ള കാര്യങ്ങൾ, അതായത് അലോവേര ഇങ്ങനത്തെ കാര്യങ്ങളായിട്ടുള്ള പാക്കുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. ഇപ്പം നിങ്ങളുടെ നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഏത് പാക്കുകളിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ സൈഡ് സേഫ് ആക്കുക. ബിക്കോസ് നമ്മുടെ മുഖത്താണ് നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത്. സോ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ടോണിങ്, അതായത് ടോണർ എന്നുള്ള ആ ഒരു കാര്യമാണ്. സോ ടോണർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എക്സ്പെൻസീവ്, നമുക്ക് പോയി പുറത്തുനിന്ന് വാങ്ങണമല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ വാങ്ങിയത് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോണർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം അതല്ല എങ്കിൽ ഒരു ഹോം റെമഡി ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ടീ ബാഗ് എടുത്തിട്ട് ടീ ബാഗ് ഒരു കുറച്ച് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് കുറച്ച് നേരം വെച്ച് അത് ചൂടാറിയിട്ട് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു ടോണറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതല്ലെങ്കിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ റോസ് വാട്ടർ ഉണ്ട്, അതും ഒരു നല്ലൊരു ടോണറാണ്, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ റോസ് വാട്ടർ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക സ്കിന്നിനുള്ളതായിരിക്കണം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ബിക്കോസ് ഇത് ഫുഡിന് യൂസ് ചെയ്യുന്ന ടോണേഴ്സും ഉണ്ട്, ടോണേഴ്സ് അല്ല റോസ് വാട്ടറും ഉണ്ട്. സോ അത് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം എപ്പോഴും പർച്ചേസ് ചെയ്യാനായിട്ട്. സോ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സെറമാണ്. സോ സെറം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റോ ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെറം നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുക. അതായിരിക്കും കൂടുതലും എൻ്റെ ഒരു സജഷൻ എന്ന് പറയുമ്പോൾ നയാസിനമൈഡ് അങ്ങനെ കാര്യങ്ങളൊക്കെയുള്ള സെറങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അതിൻ്റെ ബേസിലായിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. സോ ഫൈനൽ സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ്. സോ മോയ്സ്ചറൈസിങ് എപ്പോഴും ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ അത് മാത്രം അവോയ്ഡ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് മോയ്സ്ചറൈസിങ് ആദ്യം ചെയ്യുന്നതും അങ്ങനെയല്ല. ഈ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്ത് വരുന്നതാണ് ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. സോ മോയ്സ്ചറൈസിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സോ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിന് ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മോയ്സ്ചറൈസർ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേസമയത്ത് നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഓയിൽ ബേസ്ഡ് അല്ലെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ ദയവായി എന്ത് പർച്ചേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയത് യൂസ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ എപ്പോഴും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ സൺസ്ക്രീൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതിനുശേഷം നിങ്ങൾക്ക് മേക്കപ്പ് ഇടണമെങ്കിൽ മേക്കപ്പ് ഇടുകയോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ഇതാണ് ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ നമുക്ക് ഫോളോ ചെയ്യാനായിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ പ്രോപ്പർ മെത്തേഡ്. അല്ലെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബിഗിനേഴ്സിനും ഒക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള 6 സ്റ്റെപ്പുകൾ. ഞാൻ ഒന്നുകൂടെ പറയാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലൻസിങ്, പിന്നെ എക്സ്ഫോളിയേഷൻ, പിന്നെ ഒരു മാസ്ക്, അത് കഴിഞ്ഞൊരു ടോണർ, സെറം ആൻഡ് മോയ്സ്ചറൈസർ, അതിന് പിറകെ സൺസ്ക്രീൻ, മേക്കപ്പ് എന്തുവേണമെങ്കിലും ആകാം. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. ഈവൻ ബിഗിനേഴ്സിനാണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക, അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ ഇടുന്ന യൂസ്ഫുൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി വരുന്നതും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ഇറ്റ്സ് മീ നിമിഷ. ബൈ.